ഹായ്, ഇന്നൊരു ഔട്ട്ഡോർ ഇൻട്രൊഡക്ഷൻ ആയാലോ? ഞാൻ ആക്ച്വലി മോനെ ഇറക്കാൻ വന്നതായിരുന്നു സ്കൂളിൽ. ഇവിടുന്ന് എനിക്ക് നേരെ എന്റെ കമ്പനിയിലേക്ക് പോകണം. ലെവാഡോ കാർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന HR ആയിട്ട്. ആക്ച്വലി നമ്മൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല, നമുക്കിപ്പോ അതിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുകയാണ്. സൂൺ ഞങ്ങൾ ഇനോഗ്രേഷൻ ഉണ്ടാവും. എന്തായാലും ഇന്ന് ഞങ്ങളുടെ സാറിന്റെ ബർത്ത്ഡേ ആണ്. സാറിന് അറിയില്ല ഞങ്ങൾ ഇത് ഓർത്ത് വെച്ചെന്നോ അല്ലെങ്കിൽ സർപ്രൈസ് കൊടുക്കുന്നുണ്ടോന്ന്. നമ്മൾ ഇന്ന് ചെറിയ സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ വിശേഷം അതാവാം. എന്നാ ഇനി കമ്പനിയിലേക്ക് പോവാം. ഇവിടുന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് എന്റെ കമ്പനി. മോന്റെ സ്കൂളിൽ നിന്ന് ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ ആയിരുന്നു. അപ്പൊ ഇനി അവിടെ നിന്ന് കാണാം. ബൈ. ഞങ്ങൾ ഇവിടെ വന്ന് ബലൂണിൻ്റെ ഡെക്കറേഷൻ്റെ പണി തുടങ്ങി. വലിയ ഡെക്കറേഷനൊന്നുമില്ല, ചെറിയ രീതിയിൽ ബലൂൺസൊക്കെ വെച്ച് ചെറിയൊരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ബാനറൊക്കെ കെട്ടിയിട്ടുണ്ട്. പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, ടേബിളും കാര്യങ്ങളൊക്കെ. ഒന്നാമത് അപ്പുറത്തെ സൈഡ് പെയിൻ്റ് അടിക്കുന്നുണ്ട്, താഴെ ടൈലിൻ്റെ പണി നടക്കുന്നുണ്ട്. ഞങ്ങൾ മേലെ സാറിൻ്റെ ക്യാബിനാണിത്. ഇവിടെ ഒന്നും സെറ്റായിട്ടില്ല, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. അപ്പം നിമ്നയാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. നിമ്ന ഞങ്ങളുടെ CRE ആണ്. എൻ്റെ അടുക്ക് ബലൂൺ പൊട്ടി, ആ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിനിടയിൽ കുറച്ച് വർക്കേഴ്സ് ഉണ്ട് പെയിൻ്റ് അടിക്കുന്നത്, അപ്പോൾ അവർ വന്നിട്ട് താഴെയൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് തന്നു. ജസ്റ്റ് ഒന്ന് കമ്പനി കാണിച്ചു തരാം. ഇതെൻ്റെ ക്യാബിനാണ്. ഇവിടെ ഇനി ഗ്ലാസ്സൊക്കെ വരാനുണ്ട്. താഴെയാണ് ഡീറ്റെയിലിംഗ് നടക്കുന്നത്, അതൊക്കെ പണി നടക്കുന്നുണ്ട്. താഴെ ക്ലീനിങ്ങും ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവിടുന്ന് ഇറങ്ങി ഇവിടെ ഒരു ഡോർ വരും. ഇവിടെയാണ് ഗസ്റ്റിന് ഇരിക്കാനുള്ള ലോഞ്ച്. അവിടെ ഒരു TV ഒക്കെ വന്ന് സോഫ സെറ്റ്സും ഒക്കെ വരും. സാറ് വന്നിട്ടുണ്ട്, നമ്മളെ മേലെയുണ്ട്. നമ്മളെ കണ്ട എല്ലാം ഫ്ലോപ്പ് ആവും. കേക്കുമായിട്ട് ആളെത്തിയിട്ടുണ്ട്, പക്ഷെ സാറ് കാണാണ്ട് കേക്ക് ഇങ്ങ് അകത്തേക്ക് എത്തിക്കണം. സാറിന് എന്തായാലും നമ്മളെ കാണൂല, കൂളിംഗ് ഉള്ളതുകൊണ്ട്. അത് ഇവൻ വരാത്തോണ്ടായിരിക്കും. മിഥുന് വേഗം ഓടി പോകുന്നുണ്ട് കേക്ക് എടുക്കാൻ. പക്ഷെ അപ്പോഴത്തേക്ക് സാറ് പുറത്തിറങ്ങി. അയ്യോ, ഇപ്പം സാറിനെ കാണുമെന്ന് ഞങ്ങൾ വിചാരിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോഴത്തേക്ക് മിഥുൻ പെട്ടെന്ന് ഗ്ലാസ് ഇടുമെന്ന് പറഞ്ഞിട്ട് വേഗം മറ്റേ ആൾ പുറത്തിറങ്ങി. അത് സാറിൻ്റെയും മിഥുൻ്റെയും ജിമ്മിലെ ട്രെയിനറാണ്. അപ്പോൾ ഇവർ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ബേസിസിൽ മിഥുൻ അങ്ങനെ ഇവരെയും കൂടി വിളിച്ചത്. ഒരാളേ ഉള്ളൂ, അപ്പോൾ പിന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാന്നുള്ളതിൽ വിളിച്ചത്. മിഥുൻ നൈസായിട്ട് പോകുന്നുണ്ട് കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പം മേലോട്ട് നോക്കൂ, എന്താ വെച്ചാൽ സാറ് മേലേക്ക് കയറാൻ പോവാ. അപ്പോൾ ഇവന് പേടിയായി, ഞങ്ങളെ കണ്ടാലോ എല്ലാം ഫ്ലോപ്പാവല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക. ആ ട്രെയിനറിനോട് പറയാം അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട്. ഫുള്ള് കള്ള ലക്ഷണം നോക്കും ഇതിൻ്റെ. സാറ് കണ്ടുപോയി. സാറ് നേരെ നേലാന്ന് വെച്ച് പെട്ടെന്ന് ശരിക്കും ഞാനാണ് ഞെട്ടിയത്. സാറിനെ കണ്ടപ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് എനിക്കാണ് എക്സ്പ്രഷൻ വന്നത്. സാറ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ. സാറ് മേലെ വരുന്ന കണ്ടപ്പോൾ ഞാനും ഇനി എൻ്റെ ക്യാബിലേക്ക് പോയിട്ട് ഒളിച്ചു നിന്നതാ. അപ്പോഴത്തേക്ക് സാർ അവിടെ വന്ന് നോക്കിപ്പോയി. സാർ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് നല്ല സർപ്രൈസ് ആയിട്ട് ആകെ എന്ത് പറയണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിന്ന് പോയത്. സാറിങ്ങനെ ചോദിക്കാൻ നിങ്ങളെങ്ങനെ അറിഞ്ഞു എൻ്റെ ബർത്ത്ഡേ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷനിലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു സാർ അന്ന് പറഞ്ഞത്. സാറ് ഷുഗർ കട്ടായതുകൊണ്ടാണ് കേക്ക് ഒട്ടും കഴിക്കാത്ത. ആര് കൊടുത്തിട്ടും കഴിക്കുന്നത്. ഞാൻ ചെറിയ കഷ്ണം കടിച്ചു, ചെറിയ കഷ്ണം ഒട്ടും വേണ്ട ഞാൻ ഡയറ്റ് അങ്ങനെ സ്ട്രിക്റ്റ് ആക്കി വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഒട്ടും കഴിച്ചിട്ടില്ല. എന്തായാലും നമ്മളെ സർപ്രൈസ് സക്സസ് ആയിട്ടുണ്ട്. സാറ് നല്ല ഹാപ്പി ആയിട്ടുണ്ട്.